അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു സ്ലീവ് എങ്ങനെയാണ് കറക്റ്റ് മെഷർമെൻറ്റ്സ് ഒക്കെ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ലെഫ്റ്റ് റൈറ്റ് സ്ലീവിൻ്റെത് കാണിക്കുന്നുണ്ട്. ഇതിപ്പോൾ എൻ്റെ കയ്യിലുള്ള 2 ഫാബ്രിക് ഞാൻ റോങ് സൈഡ് മാർക്ക് ചെയ്തു. പ്രിൻറ്റഡ് അല്ലാത്തതുകൊണ്ടാണ് റോങ് സൈഡ് മാർക്ക് ചെയ്തത്. അപ്പം നല്ല വശവും ഇതാ ഇതുപോലെ മുഖാമുഖം വെച്ചിട്ടാണ് 4ആയിട്ട് മടക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ മാർക്ക് ചെയ്യാൻ പോകുന്നത് നമ്മൾ ബൈസെപ്പിൻ്റെ റൗണ്ട് മെഷർമെൻ്റ് ആണ് ഫസ്റ്റ് തന്നെ നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഇവിടെ എനിക്ക് 7 ആണ്, അതായത് ബൈസെപ്പിൻ്റെ റൗണ്ട് മെഷർമെൻറ്റിൻ്റെ പകുതി. എന്നിട്ട് നമ്മൾ ഇത് അതിനോട് 1 ഇഞ്ച് ലൂസ് കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് സ്ലീവിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്തു. ഇനി ഈ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു സെൻറ്റർ ഭാഗത്ത് നിന്നും നമ്മൾ ആം ഹോളിൻ്റെ മെഷർമെൻറ്റ് എത്രയാണോ അതിൻ്റെ നേർ പകുതി ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കണം. അത് മാർക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, നേരെയല്ല മാർക്ക് ചെയ്യേണ്ടത്, ക്രോസ് ആയിട്ടാണ്. നമുക്ക് കിട്ടിയ വിഡ്ത്തിലേക്ക് എങ്ങനെയാണോ ക്രോസ് ആയി വരുന്നത് ആ ഒരു രീതിയിൽ മാർക്ക് ചെയ്യാം. അങ്ങനെ മാർക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വലിയ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒന്നും വരുത്തേണ്ട ആവശ്യം വരാറില്ല. എന്നിട്ട് ഇത് ക്രോസ് ആയിട്ട് ഇതുപോലെ ഒരു ലൈന് കൊടുക്കുക. ഈ ഒരു ലൈന് തന്നെ നമ്മൾ 4ആയിട്ട് ഡിവൈഡ് ചെയ്യാം. എത്രയാണോ മെഷർമെൻ്റ് അത് നോക്കിയിട്ട് വേണം 4ആയിട്ട് ഡിവൈഡ് ചെയ്യാനാണ്. ഇങ്ങനെ 4ആയി ഡിവൈഡ് ചെയ്തതിന് ശേഷം ഫോൾഡിൻ്റെ അടുത്ത് വരുന്ന ഭാഗത്ത് 1/4 ഇഞ്ചും സെൻറ്ററിൽ 1/2 ഇഞ്ചും പിന്നെ നമ്മൾ 4ാമത്തെ ഭാഗത്ത് 1/4 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് തമ്മിൽ കൂട്ടി യോജിപ്പിച്ചിട്ട് ഒരു കർവാക്കാം. ഇത് ബാക്ക് ആം ഹോളാണ് കേട്ടോ. ഇനി ഫ്രണ്ട് ആം ഹോൾ ചെയ്യാൻ വേണ്ടിയിട്ട് സെൻറ്റർ മാർക്കിലേക്ക് ഈ ഒരു 1/4 നിന്നും നേരെ വരച്ചു കൊടുക്കുക. എന്നിട്ട് അടുത്ത ഭാഗത്ത് നിന്ന് നമ്മൾ താഴേക്ക് ഒരു 1/4 കൂടി മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ 1/4 ജോയിൻ ചെയ്തിട്ട് ഒരു കർവാക്കി എടുക്കാം. അങ്ങനെ നമുക്ക് 2 ആം ഹോൾസും കിട്ടും. അപ്പം നമ്മൾ ഇനി നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് നമ്മൾ സ്ലീവ് റൗണ്ട് നമുക്ക് എത്രയാണോ വേണ്ടത്, അതായത് എത്ര ലെങ്ത്തിലാണോ എടുക്കുന്നത് ആ ലെങ്ത്തിലുള്ള റൗണ്ട് നോക്കുക. എന്നിട്ട് അതൊന്ന് ജസ്റ്റ് മാർക്ക് ചെയ്തെടുക്കുക. ആ മാർക്കിങ് ലൂസ് 1/2 ഇഞ്ച് ആഡ് ചെയ്തിട്ട് വേണം കേട്ടോ ചെയ്യാൻ. പിന്നെ സെയിം അലവൻസ് കൊടുക്കുക. ആം ഹോളിൻ്റെ അവിടെ വരുന്ന സ്ട്രെയിറ്റ് ഭാഗം സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ വെക്കുക. ആം ഹോളിനനുസരിച്ചിട്ട് കർവി ആയിട്ട് കട്ട് ചെയ്യരുത് കേട്ടോ. എന്നിട്ട് നോർമലായിട്ട് നമ്മൾ കൊടുക്കുന്ന പോലെ തന്നെ ഈ ഒരു സീം അലവൻസ് കൊടുത്ത ഭാഗത്ത് കട്ടിങ് കൊടുക്കുക. പിന്നെ ബാക്ക് ആം ഹോളാണ് നമ്മൾ ഫസ്റ്റ് കട്ട് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. ബാക്ക് ആം ഹോൾ കട്ട് ചെയ്യുന്നതിന് ശേഷമാണ് ഫ്രണ്ട് ആം ഹോൾ കട്ട് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇത് ഫ്രണ്ട് കട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഈ ഒരു പീസ് 4ആയി മടക്കിയത് 2 എണ്ണമായിട്ട് തന്നെ എടുക്കുക. അതായത് സെൻറ്റർ നമ്മൾ തുറന്ന് പിടിക്കുക. കണ്ടോ ഈ ഒരു ഇതിപ്പോൾ 2 സ്ലീവ് ഉണ്ട് കേട്ടോ. ഇനി ഈ ഒരു കർവ് കട്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഈ സ്ലീവ് ഇരിക്കുന്നത് ഫേസ് ടു ഫേസ് ആയിട്ടുള്ള നല്ല വശം ഫേസ് ടു ഫേസ് ആയിട്ട് വെച്ചിട്ടുള്ള പോലെയാണ് ഇരിക്കുന്നത്. ഇനി നമ്മളിത് സെപ്പറേറ്റ് ചെയ്തിട്ട് എടുക്കുകയാണ് കേട്ടോ. അതായത് റോങ് സൈഡ് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് സ്ലീവ് സ്റ്റിച്ച് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും അതുപോലെ റൈറ്റ് സൈഡ് കാണിച്ചുകൊണ്ടാണ് ഞാനിപ്പോൾ ഫോൾഡ് ചെയ്തത്. അതുപോലെ തന്നെ ഈ ഒരു സ്ലീവും ഞാൻ റോങ് സൈഡ് ഉള്ളോട്ടാക്കി ഫോൾഡ് ചെയ്തു. ഇപ്പോൾ ഇതാ ലെഫ്റ്റ് സ്ലീവും ആയി, റൈറ്റ് സ്ലീവും ആയി. അപ്പോൾ നമ്മൾ സ്ലീവിൻ്റെ ക്ലാസ് ഇത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു അക്കൗണ്ട് ഫോളോ ചെയ്യുക. പിന്നെ ഓൺലൈനിലായിട്ട് സ്റ്റിച്ചിങ് ക്ലാസ്സൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക.